നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും. നിൻ ജീവൻ പേർക്കായി തന്നതിനാൽ നീ എൻ്റെ സർവവും എല്ലാറ്റിലും. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. ദൈവസ്ഥാനിലായിരിക്കുന്നത് ശ്രേഷ്ഠകരമായ അനുഭവമാണ്. ദൈവത്തിൻ്റെ വചനത്തോടുള്ള ബന്ധത്തിൽ ഉറ്റ് ഇരിക്കുന്നത് ഏറ്റവും മഹനീയമായ ഒരനുഭവമാണ്. ആ നിലയിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നമുക്കായിരിക്കാൻ കർത്താവ് നൽകുന്ന നല്ല സാവകാശത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു തിരുവചന വേദഭാഗം ഉദ്ധരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 28 വരെയുള്ള വേദഭാഗങ്ങൾ. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പൗലോസും ശീലാസും ദൈവിക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഫിലിപ്പിയിലേക്ക് ചെല്ലുന്ന അനുഭവം ഇതിനകത്ത് രേഖപ്പെടുത്തുന്നു. മക്കദോന്യ ഭാഗത്തെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണല്ലോ ഈ സ്ഥലം. റോമാക്കാർ കുടിയേറി പാർത്ത ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇവിടെ പൗലോസും കൂടെയുള്ളവരും ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന ഈ അവസരത്തിൽ ദൈവം ലുദിയായുടെ ഹൃദയത്തെ തുറക്കുന്നതായി കാണുവാൻ കഴിയുന്നു. യൂറോപ്പിൽ ആദ്യമായിട്ട് ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കപ്പെട്ട കടന്നു വന്ന ഒരു മാന്യ വനിതയായി ലുദിയായെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൾ പൗലോസിനോടും പ്രിയപ്പെട്ടവരോടും പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്നെണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ചോ. അവരെ നിർബന്ധിച്ചു. അതിനുശേഷം ഒരു പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തെയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഈ അപ്പോസ്തലന്മാരെ എതിരേൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ സ്ത്രീ എങ്ങനെയാ പറയുന്നത്? ഇതാ, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. അവരെക്കുറിച്ച് തെറ്റായിട്ടൊന്നും പറയുന്നില്ല. എങ്കിലും വെളിച്ചപ്പാടത്തിയായ ഈ ബാല്യക്കാരത്തി ഇങ്ങനെ പറയുന്നത് കേട്ട് വളരെ മുഷിഞ്ഞ് പൗലോസ് അവളിലുള്ള ഭൂതത്തോട് പറയുന്നത് എങ്ങനെയാണ്? അവളെ വിട്ടുപോകുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ആ ഭൂതം ആ നാഴികയിൽ തന്നെ അവളെ വിട്ടുപോയി. പക്ഷെ അവിടെ ഉണ്ടായ പ്രശ്നം ഒരു വ്യക്തിക്ക് ഭൂതശാന്തി ലഭിക്കപ്പെട്ടു എന്നുള്ളതല്ല. ഈ സ്ത്രീ നിമിത്തം വളരെ ലാഭം കൈവരുന്ന ചില പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. ആ യജമാനന്മാർ തങ്ങളുടെ ലാഭം നഷ്ടപ്പെട്ടു എന്ന് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു. ചന്തസ്ഥലത്ത് പ്രമാണികളുടെ
അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോയി. അവരെ നന്നായിട്ട് ഉപദ്രവിച്ചു, വളരെ അടിച്ചു, വളരെ ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടേണ്ടി വന്നു. മാത്രമല്ല, അവരെ തടവിൽ ആക്കി കാരാഗ്രഹ പ്രമാണിയോട് വളരെ സൂക്ഷ്മത്തോടെ അവരെ കാപ്പാനായിട്ട് കൽപ്പിക്കുന്നു. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഈ രാത്രിയിൽ പൗലോസും ശീലാസും ഒത്തിരി വേദനകൾ ആണെങ്കിൽ കൂടെ അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ദൈവത്തെ പാടി സ്തുതിക്കുന്നതിന് വേണ്ടി സമയങ്ങൾ ചിലവഴിക്കുകയാണ്. നാം ഇങ്ങനെയാണ് വായിച്ചത്: അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു കൊണ്ടിരുന്നു. തടവുകാരൊക്കെ വളരെ ശ്രദ്ധിച്ചു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം വരെ കുലുങ്ങി, വാതിലുകളെല്ലാം തുറന്നുപോയി. കാരാഗ്രഹ പ്രമാണി കരുതി തടവുകാരെല്ലാം രക്ഷപ്പെട്ടുപോയി. വാതിലുകളെല്ലാം പെട്ടെന്ന് തുറന്നതുകൊണ്ട് തടവുകാരെല്ലാം രക്ഷപ്പെട്ടു പോയിരിക്കാമെന്ന് കരുതി അവൻ വാളൂരി തന്നെ കൊല്ലുവാനായിട്ട് ഭാവിക്കുന്നു. ആ പ്രത്യേക സാഹചര്യത്തിൽ പൗലോസ് കാരാഗ്രഹ പ്രമാണിയോട് പറയുന്ന ഒരു പ്രസ്താവനയാണ് നമുക്കിവിടെ വായിക്കുവാൻ കഴിഞ്ഞത്: നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്. ഇന്ന് ഈ സമൂഹത്തിൽ ദോഷങ്ങൾ ചെയ്യുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്, തിന്മകൾ ചെയ്യുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ ഇവിടുത്തെ പ്രമേയം നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്. അവരവരറിയാതെ അവരവർക്ക് തന്നെ ദോഷം ചെയ്യുന്ന ചില മേഖലകളുണ്ട്. അവനവന് ദോഷം ചെയ്യുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. മറ്റാരുമല്ല അവന് ദോഷം ചെയ്യുന്നേ, അവൻ തന്നെ ദോഷം ചെയ്യുകയാണ്. അവന്റെ കുടുംബത്തിന് അവൻ തന്നെ ദോഷം ചെയ്യുകയാണ്. ഒരു സമൂഹത്തിന് ഒരു വ്യക്തി തന്നെ ദോഷം ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം ഈ ലോകത്തിൽ കൊടുത്തിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും അത് വേണ്ട നിലയിൽ നന്ദിയോടെ അനുഭവിക്കുവാൻ കഴിയാതെ അവരവർക്ക് തന്നെ ഉപദ്രവമായി തീരുന്ന നിരവധി വ്യക്തി ജീവിതങ്ങൾ. ശ്രദ്ധിക്കണം, എന്താണ് ഈ നിലവാരത്തിൽ മനുഷ്യൻ മുൻപോട്ട് പോകാനിടയാകുന്നത്? വേദപുസ്തകത്തിൽ ജീവനെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാട് പലപ്പോഴും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണ്. ജീവൻ എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. ഇത് ദൈവം തന്ന ദാനമാണ്. സർവശക്തൻ നമുക്ക് സമ്മാനിച്ച ഒന്നാണ്. അതുകൊണ്ട് ഈ ജീവിതം വളരെ പരിപാവനമായി, വളരെ ശ്രദ്ധയോടെ കരുതേണ്ട ഒരു വിഷയമാണ്. ഇതൊരിക്കലും അലംഭാവത്തോടെയോ അലക്ഷ്യതയോടെയോ കൈകാര്യം ചെയ്യേണ്ട ഒന്നല്ല മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. കാരണം നാം ആരും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഉലകത്തിലേക്ക് വന്നവരല്ല. നാം ഈ ലോകത്തിൽ ഒരു വ്യക്തിത്വത്തോടു കൂടെ ജീവിക്കുമ്പോൾ സർവശക്തനാണ് നമുക്ക് ഈ ലോകത്തിൽ ജീവിപ്പാൻ അനുവാദം തന്നത് എന്നത് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ജീവിതം നമ്മുടെ ഇഷ്ടപ്രകാരമല്ല നമുക്ക് ലഭിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ഉടമസ്ഥനോട് വളരെ പ്രതിബദ്ധത നമുക്കുണ്ടാകണം. എങ്ങനെയും ജീവിച്ചു തീർക്കാനുള്ള ഒരു ജീവിതമല്ല. അവനവന് തന്നെ നശിപ്പിക്കുവാനോ ദോഷം ചെയ്യുവാനോ കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് താണുപോകുവാൻ മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ ലോകത്തിൽ ദൈവം തന്ന ജീവിതത്തിൽ ഒത്തിരി കടപ്പാടുകൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ഒത്തിരി കടപ്പാടുകൾ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ, തലമുറകളോടുള്ള ബന്ധത്തിൽ, സമൂഹത്തോടുള്ള ബന്ധത്തിലൊക്കെ പലവിധ കടപ്പാടുകൾ നിർവഹിക്കപ്പെടേണ്ടവരാണ് മനുഷ്യർ എന്ന് പറയണം. മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്: നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. കണക്ക് ഏത് നിലവാരത്തിലാണ് ബോധിപ്പിക്കേണ്ടത്?
ദൈവം തന്ന ജീവിതം അതെങ്ങനെ കൈകാര്യം ചെയ്തു എന്നത് കണക്ക് ബോധിപ്പിക്കേണ്ടവരെന്ന തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും അവൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് നാം ചെയ്യുന്ന പ്രവർത്തികൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുവാൻ കഴിയുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു സന്ദർഭമുണ്ട്. ദൈവവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവനുമായിട്ടാ നമുക്ക് കാര്യമുള്ളത്. ആരുമായിട്ടാ? നമ്മുടെ ഉടമസ്ഥൻ. ആരാ നമ്മുടെ ഉടമസ്ഥൻ? നമുക്ക് ജീവൻ നൽകി, ഈ ഭൂമിയിൽ പാർക്കുവാൻ അനുവാദം നൽകി, നമ്മെ ഈ ഭൂമിയിലാക്കിയ സർവശക്തനും സർവത്തിൻ്റെയും സൃഷ്ടാവുമായ സർവത്തിൻ്റെയും നാഥനുമായ നമ്മുടെ കർത്താവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. അതുകൊണ്ട് ഈ ജീവിതം അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നല്ല. ഈ സന്ദർഭത്തിൽ ഈ ദൈവവചനം ശ്രവിക്കുന്ന പല പ്രിയപ്പെട്ടവരും ഒരുപക്ഷെ താളം തെറ്റിയ ജീവിതക്രമങ്ങളിലൂടെ പോകുന്നവരായിരിക്കാം. ജീവിതത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ടാകാം. ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവരാകാം. സ്നേഹിതരെ, ജീവിതത്തിൽ താളം തെറ്റലുകൾ സംഭവിക്കുമ്പോൾ ഒരിക്കലും ആത്മഹത്യ എന്ന് പറയുന്നത് ഈ വിഷയത്തിൻ്റെ പരിഹാരമല്ല. ആത്മഹത്യ കൊണ്ട് മനുഷ്യനൊന്നും നേടുവാൻ കഴിയുന്നില്ല, എങ്ങോട്ടും ഒളിച്ചോടുവാനും അവന് കഴിയുന്നില്ല. കാരണം ഈ മനുഷ്യ ജീവിതം കൊണ്ട് അസ്തമിക്കുന്ന ഒന്നല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തൊരു നിത്യതയുണ്ട്, ഒരു നിത്യജീവൻ ഉണ്ട്. ഒന്നുകിൽ നിത്യജീവൻ, അല്ലെങ്കിൽ നിത്യമരണം. അങ്ങനെയെങ്കിൽ ഈ ലോകത്തെ 70, 80, 90 വയസ്സ് ജീവിച്ച് തീർത്തിട്ട് നമുക്ക് ഓടിപ്പോകാൻ കഴിയുന്നൊരു വിഷയമല്ല മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തൊരു നിത്യതയുണ്ട്. അതുകൊണ്ട് ആ നിത്യത എവിടെ ചെലവഴിക്കണം, എങ്ങനെ ചെലവഴിക്കണം എന്ന് തീരുമാനിപ്പാൻ തിരഞ്ഞെടുപ്പിനുള്ള ഒരു സന്ദർഭമാണ് ഇന്നത്തെ ഈ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ, വളരെയധികം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് മനുഷ്യ ജീവിതം. കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന എത്രയോ അനുഭവങ്ങൾ ഇന്നത്തെ സമൂഹത്തിലുണ്ട്. ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, കുഞ്ഞുങ്ങൾ അപ്പനെ പേടിച്ച് വല്ലാതെ ഭയത്തിന് നടുവിലായിരിക്കുന്നു, തലമുറകൾ പിരിമുറുക്കത്തിൽ വല്ലാതെ കടിച്ചു കയറാൻ വരുന്ന മാതാപിതാക്കളെ കണ്ടിട്ടെന്നവണ്ണം വളരെ മാനസിക പിരിമുറുക്കത്തിലായ എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. ഈ ലോകത്തിൽ ഭൗതികമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കവേ തന്നെ എത്രയോ കുടുംബങ്ങൾ സാത്താന്റെ താണ്ഡവ നൃത്തമാടുന്ന ഭവനങ്ങളായി മാറുന്നു. സന്തോഷത്തോടെ പല കുടുംബങ്ങളും ഒരു ദിനം ആരംഭിച്ചിട്ട് അലമുറയിട്ട് കണ്ണുനീരോടെ വിലാപത്തോടെ ഒരു ദിനം അവസാനിപ്പിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. സ്വസ്ഥതയോടെ കരുതി വച്ചിരിക്കുന്ന ഭക്ഷണം സമാധാനത്തോടെ കഴിക്കുവാൻ കഴിയാത്ത എത്രയോ ഭവനങ്ങളുണ്ട്. അവരവർക്ക് ദോഷം ചെയ്യുന്ന എത്രയോ പ്രിയപ്പെട്ടവർ. സ്നേഹിതരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്. പലപ്പോഴും നാം കുറ്റം പറയാറുണ്ട്, നാം ഇങ്ങനെ പരിതപിക്കാറുണ്ട്. അവൻ ഇങ്ങനെ ചെയ്യുന്നു, അവൾ ഇങ്ങനെ ചെയ്യുന്നു, ആ സമൂഹം എന്നോട് ഇങ്ങനെ ചെയ്യുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി വളരെ ഗൗരവമുള്ള വിഷയമാണ് ഞാൻ എന്നോട് ചെയ്യുന്ന ദോഷം, ഞാൻ എൻ്റെ കുടുംബത്തോട് ചെയ്യുന്ന ദോഷം, ഞാൻ എൻ്റെ സമൂഹത്തോട് ചെയ്യുന്ന ദോഷം. അത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമുക്കൊരു പുതിയ തുടക്കം പ്രാപിക്കുവാൻ കഴിയുന്നത്. ഇവിടെ ഇതാ കാരാഗ്രഹ പ്രമാണി തന്നെ തന്നെ കൊല്ലുവാനായി താൻ ഭാവിക്കുകയാണ്. എന്താ കാര്യം? താൻ ചിന്തിച്ചു, ഇവിടെയുള്ള തടവുകാരെല്ലാം ഈ കാരാഗ്രഹം വിട്ടുപോയി, അവരെല്ലാം ഇവിടെ വിട്ടുപോയി. ഈ ഒരു ചിന്ത തന്നെ ഭരിച്ചത് കൊണ്ട് മുൻപിൽ ഇനി എന്താകും എന്ന് കരുതി അവൻ തന്നെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സത്യത്തിൽ
അവിടെ എന്താ സംഭവിച്ചതെന്ന് എന്ന് തിരിച്ചറിയുവാൻ വെളിച്ചം അവിടെയില്ല. നാം ആ ഭാഗത്ത് ഇങ്ങനെയാ വായിക്കുന്നത്: അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുൻപിൽ വീണു. എന്താ സംഭവിച്ചത്? തന്നെത്താൻ കൊല്ലുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ അവൻ താല്പര്യപ്പെട്ട വിഷയത്തിന്റെ അടിസ്ഥാനം എന്താ? വെളിച്ചമില്ല എന്നുള്ളതാ ഒന്നാമത്തെ വിഷയം. അവിടെ വെളിച്ചമില്ല. എന്താ കാര്യം? ഇരുട്ടുകൊണ്ട് സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാൻ, പരിതസ്ഥിതികളെ മനസ്സിലാക്കുവാൻ കഴിയാതെ പോവുകയാണ്. സത്യത്തിൽ ഇന്നത്തെ സമൂഹത്തിലും ഇത് തന്നെയല്ല സംഭവിക്കുന്നത്. ശരിയായ വെളിച്ചം മനുഷ്യനില്ലാത്തത് കൊണ്ട് അവൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അവന് പോലും അറിയത്തില്ല. ശരിയായ ബോധം അവനില്ലാത്തത് കൊണ്ട്, ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കാത്തത് കൊണ്ട് അവൻ എന്താ ചെയ്യുന്നതെന്ന് അവന് പോലുമുള്ള ബോധമില്ല. ദൈവത്തിന്റെ വചനം നമുക്ക് ആലോചന പറഞ്ഞിരുന്ന വചനമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കുടികൊള്ളുന്ന ഇരുട്ടിന്റെ വ്യാപാര ശക്തിയെ തുടച്ചു നീക്കി സത്യ വെളിച്ചത്തെ അകത്ത് പ്രകാശിപ്പിക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം. ഈ പ്രകാശം, ഈ വെളിച്ചം അകത്തു വരാത്തിടത്തോളം ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. അവന് തന്നെ ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഇതാകട്ടെ. എന്താ? കർത്താവേ, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ആ സത്യ വെളിച്ചം എൻ്റെ അകത്തൊന്ന് പ്രകാശിപ്പിക്കണേ. എനിക്ക് ഞാൻ ആരാണെന്ന് തിരിച്ചറിയണം. ഞാൻ എവിടെ ആയിരിക്കുന്നു എന്നെന്ന് എനിക്ക് മനസ്സിലാകണം. എൻ്റെ സാഹചര്യങ്ങൾ എനിക്ക് മനസ്സിലാകണം. അതിന് ഈ വെളിച്ചം കൂടിയേ തീരൂ. വെളിച്ചമില്ലാത്തത് കൊണ്ട്, അകത്തളങ്ങളിൽ ഇരുട്ട് വ്യാപരിക്കപ്പെടുന്നത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ആ സത്യ വെളിച്ചം എൻ്റെ അകത്ത് ഒന്ന് പ്രകാശിക്കണമേ. എന്തുകൊണ്ട് അവനവൻ തന്നെ ദോഷം ചെയ്യുന്നു? രണ്ടാമത്തെ വിഷയം, പുറം ലോകത്തെക്കുറിച്ച് അവന് വ്യക്തമായ ബോധമില്ല. സാഹചര്യങ്ങളെക്കുറിച്ച് അവന് വ്യക്തമായ ബോധമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്താ ഇരുട്ടിന്റെ വ്യാപാര ശക്തി ഈ ലോകത്തിൽ ശക്തമായി പ്രബലപ്പെടുന്നേ? മനുഷ്യൻ തെറ്റിലേക്ക് വഴുതി വീഴുന്നതിന്റെ കാരണം എന്താ? പാപത്തിലേക്ക് വഴുതി വീഴുന്നതിന്റെ കാരണം എന്താ? എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവത്തിന്റെ തേജസ് ഉടുപ്പിക്കപ്പെട്ട മനുഷ്യൻ ആ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്താ കാരണം? പാപമാ. ചുറ്റുപാടുകളെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ശരിയായ ബോധം അവന്റെ ഉള്ളിൽ പ്രാപിക്കുവാൻ കഴിയുന്നില്ല. കാരണം ഈ ലോകത്തിൽ പാപം പ്രബലപ്പെടുന്നത് കൊണ്ട് ആ തരത്തിലേക്ക് മനുഷ്യൻ താണുപോവുകയാണ്. വീണ്ടും അവനവന് ദോഷം ചെയ്യുന്ന മറ്റൊരു കൂട്ടരുണ്ട്. എന്താ കാരണം എന്നറിയാമോ? അപകർഷതാബോധം. എന്നെ ഇനി ഒന്നിനും കൊള്ളത്തില്ല, എനിക്കൊരു ഭാവിയില്ല, എല്ലാം തകർച്ചയാണ്, എൻ്റെ കുടുംബത്തിനൊരു ഗതിയില്ല, എൻ്റെ തലമുറ ഗതി പ്രാപിക്കത്തില്ല. ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നാം ഈ ലോകത്തിൽ ജനിച്ചത് നാം അവകാശപ്പെട്ടത് കൊണ്ടോ ചോദിച്ചത് കൊണ്ടല്ല. പ്രത്യുത ദൈവം നമുക്കൊരു ജീവിതം ദാനമായി തന്നതാണ്. ദൈവം നമുക്കൊരു കുടുംബം ദാനമായി തന്നതാണ്. നമ്മുടെ തലമുറകൾ ദൈവം അവകാശമായി തന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ നടത്തുവാൻ, നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരത്തിൽ വിശ്വസിക്കാനിടയാകണം. ആ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ വിശ്വസിക്കുവാനിടയാകണം. അതുകൊണ്ട് എന്നെ ഇനി ഒന്നിനും കൊള്ളുകയില്ല എന്നോ എൻ്റെ കുടുംബത്തിനൊരു ഗതി കിട്ടുകയില്ല എന്നോ ഉള്ള ചിന്ത നമ്മെ വല്ലാതെ ഭരിക്കരുത്. അപകർഷതാ ബോധം മാറ്റിവെക്കണം. ഞാൻ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. യാക്കോബിനോടുള്ള ബന്ധത്തിൽ യെശയ്യാവ് പറയുന്നൊരു ദൈവിക വെളിപ്പാടുണ്ട്. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്. ഒരുപക്ഷെ നീ നിന്നെ തന്നെ വില കുറച്ച് കാണുന്നവനായിരിക്കാം, കാണുന്നവളായിരിക്കാം. പക്ഷെ ദൈവം പറയുന്നു, നീ എനിക്ക് വിലയേറിയവനാ, നീ എനിക്ക് മാന്യനാ.
പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ആരുമല്ല എന്നൊരു തോന്നൽ, ഞാൻ ഒന്നിനും കൊള്ളുകയില്ല എന്നൊരു തോന്നൽ നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മെ തന്നെ നശിപ്പിക്കുവാൻ, ആത്മഹത്യയിലേക്ക് വീഴുവാൻ, ജീവിതം അവസാനിപ്പിക്കുവാൻ, എല്ലാം തല്ലി തകർക്കുവാൻ ഒക്കെയുള്ള വാഞ്ച നമ്മുടെ ഉള്ളിൽ വരും. ഇന്ന് ഈ സന്ദർഭത്തിൽ ആ ചിന്തകളെ ഒന്ന് മാറ്റിവെക്കുവാൻ കഴിയുമോ? സത്യത്തിൽ ആ ദൈവിക വെളിച്ചം നമ്മുടെ അകത്തേക്കൊന്ന് പ്രകാശിക്കുവാൻ നാം ഒന്ന് അനുവദിക്കുമോ? കർത്താവെ, ആ സത്യവെളിച്ചം എൻ്റെ അകത്ത് ഒന്ന് പ്രകാശിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ നിശ്ചയമായും ഞാൻ ആരാണെന്നും എൻ്റെ സാഹചര്യം എന്താണെന്നും എൻ്റെ ഭാവിയുടെ വിശാലതകൾ എന്താണെന്നും മനസ്സിലാക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകും. ഇവിടെ ഈ കാരാഗ്രഹ പ്രമാണിയോട് പൗലോസ് പറഞ്ഞു, നിനക്ക് നീ ഒരു ദോഷവും ചെയ്യരുത്. അവൻ വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്തെ കടന്നു വന്നു. മാത്രമല്ല, അവന് മനസ്സിലായി, ഇല്ല, താൻ പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല, താൻ ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല, തൻ്റെ ജോലി നഷ്ടപ്പെടത്തക്ക നിലയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ജോലി മേഖലകളിൽ എന്താകും എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തെ വല്ലാതെ നോക്കുന്ന, നെഗറ്റീവായി കാണുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. നാളെ എൻ്റെ പ്രൊഫഷനിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് കരുതുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, ദൈവം നിങ്ങൾക്കൊരു ജോലി തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് ഏത് നിലയിൽ മുൻപോട്ട് പോകണം എന്ന ദൈവത്തിനറിയാം. അത് നഷ്ടപ്പെടുത്തി കളയുവാൻ പിശാച് കച്ചകെട്ടി ഇറങ്ങുമ്പോൾ നാം അതിന് വശംവദരായി തീരുവാനിടയാകരുത്. ഈ കാരാഗ്രഹ പ്രമാണി അപ്പോസ്തലന്മാരോട് പറയുന്നത്, സഹോദരന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? എൻ്റെ ജീവിതത്തിൽ ഭയം കൊണ്ട്, സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് ഒരു തകർച്ചയ്ക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. ഇല്ല, എനിക്ക് മനസ്സിലായി, തകർച്ചയല്ല, ഒരു പുതിയ അനുഭവം എനിക്ക് ദൈവം നൽകുവാൻ താല്പര്യപ്പെടുകയാണ്. രക്ഷ ദൈവം എനിക്ക് നൽകുവാൻ താല്പര്യപ്പെടുകയാണ്. ആത്മികമായ ഒരു പുതുക്കം ദൈവം എനിക്ക് നൽകുവാൻ താല്പര്യപ്പെടുകയാണ്. ഈ ചോദ്യത്തിന് പൗലോസ് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ മാത്രമല്ല, നിന്റെ കുടുംബവും രക്ഷ പ്രാപിപ്പാൻ പര്യാപ്തമായ ദൈവത്തിൻ്റെ വചനവും ആ ദൈവിക വിശ്വാസവും. ഇങ്ങനെ ഈ വാക്ക് കേട്ടിട്ട് കർത്താവിൻ്റെ വചനം പൗലോസ് അവരോട് സംസാരിച്ചത് മനസ്സിലാക്കിയിട്ട് അവർ എന്ത് ചെയ്തെന്നറിയാമോ? ആ രാത്രിയിൽ ഈ അപ്പോസ്തലന്മാരെ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു. അവരുടെ മുറിവുകളെല്ലാം ഈ കാരാഗ്രഹ പ്രമാണി കഴുകുന്നു. വലിയൊരു സന്തോഷം അവിടെ വെളിപ്പെട്ടു. കുടുംബമായി അവർ സ്നാനപ്പെട്ടു. ദൈവകൃപ അനുഭവിപ്പാനിടയായി. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്: അവനെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു, ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. എവിടെയാ ഇപ്പോൾ സന്തോഷത്തിന്റെ അരിയൊലികൾ കേൾക്കുന്നേ? ആനന്ദത്തിന്റെ നൃത്തം എവിടെയാ കാണുന്നേ? കഴിഞ്ഞ മണിക്കൂറുകൾ ജീവിതം തകർക്കുവാൻ താല്പര്യപ്പെട്ട ഒരു വ്യക്തിത്വത്തിന്റെ ഭവനത്തിലാണ്. കഴിഞ്ഞ നിമിഷത്തിൽ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയ ഒരു വ്യക്തിയുടെ കുടുംബത്തിലാണ് ആനന്ദത്തിന്റെ അനുഭവങ്ങൾ കാണുവാൻ കഴിയുന്നേ. സ്നേഹിതരെ, ജീവിതം നശിപ്പിച്ച് കളയുവാനുള്ളതല്ല. ഒരു നിമിഷത്തെ വൈകാരിക പ്രകടനത്തിൽ തകർത്തു കളയാനുള്ളതല്ല ജീവിതം. ഒരുപക്ഷെ തോൽവികൾ ഉണ്ടാകാം, തകർച്ചകൾ ഉണ്ടാകാം, ഇല്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല. പക്ഷേ ഈ തകർച്ചകൾ അവസാനമല്ല, ഈ തോൽവികൾ അവസാനമല്ല. പുതിയ തുടക്കങ്ങൾ നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ജീവിതത്തിൽ തകർച്ചകളെ നോക്കി പരിതപിച്ച് നശിപ്പിച്ച് കളയാനുള്ളതല്ല ജീവിതം. ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങേണ്ട ഒരു അനുഭവമല്ല ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. തകർച്ചകൾ വരുമ്പോൾ തകർച്ചകളിൽ പുതിയൊരു പണി ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക് പ്രാപിപ്പാനിടയാകണം. കർത്താവേ, എന്നെ ഒന്ന് പണിയണമേ, എനിക്ക് ശരിയായ ഒരു വെളിച്ചം ആവശ്യമാണ്. ഈ ലോകത്തിൽ സാക്ഷാൽ കാണുന്ന ഒരു വെളിച്ചം ഈ കാരാഗ്രഹ പ്രമാണിക്ക് ലഭിച്ചതുകൊണ്ട് അവന് മനസ്സിലായി, പൗലോസ് അവിടെയുണ്ട്, ശീലാസ് അവിടെയുണ്ട്, തടവുകാരവിടെയുണ്ട്. അത് ഈ ലോകത്തിൽ സാധാരണ നാം കാണുന്നൊരു വെളിച്ചം. പക്ഷേ ഹൃദയത്തിൻ്റെ അകത്ത് വെളിപ്പെടുന്ന ആ ശക്തമായ വെളിച്ചത്തിൻ്റെ പ്രഭാവം കൊണ്ട് മാത്രമേ
എൻ്റെ ഭാവി എന്താണെന്നും എൻ്റെ തകർച്ചകൾ എന്താണെന്നും എൻ്റെ ജീവിതത്തിൻ്റെ പോരായ്മകൾ എന്താണെന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. പാപം എന്നിൽ വരുത്തുന്ന വൈകൃതങ്ങൾ എത്രത്തോളം ആഴമുള്ളതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഈ ലോകത്തിന്റെ അന്ധകാര പ്രഭു നമ്മുടെ മനസ്സിനെ കുരുടാക്കുമ്പോൾ സത്യവെളിച്ചമായ യേശു കർത്താവ്, സാക്ഷാൽ വെളിച്ചമായവൻ നമ്മുടെ അകത്ത് പ്രകാശിക്കപ്പെടുമ്പോൾ നിശ്ചയമായും നമ്മുടെ ഭാവിക്ക് ഒരു പുതുക്കം നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം പ്രാപിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ജീവിതം അതിനായിട്ട് ഒരുക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു. നിങ്ങൾക്കൊരു ദോഷവും ചെയ്യരുത്. നിങ്ങളുടെ കുടുംബത്തിനൊരു ദോഷവും ചെയ്യരുത്. നിങ്ങളുടെ തലമുറകൾക്ക് നിങ്ങളൊരു ദോഷവും ചെയ്യരുത്. സമൂഹത്തിൽ നിങ്ങൾ വിലയുള്ളവരാ, നിങ്ങൾ മാന്യരാ. നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. നിങ്ങളുടെ സമൂഹത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ തകർത്ത് കളയരുത്. ദൈവരാജ്യത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. നിത്യതയിൽ നിങ്ങളും പങ്കാളികളാകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ പകലിൽ നിങ്ങളുടെ ജീവിതം അതിനായിട്ട് സമർപ്പിക്കുവാൻ ഒരുക്കമാണോ? കർത്താവേ, ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിലെ അറിവില്ലായ്മ കൊണ്ട്, അപകർഷതാബോധം കൊണ്ട് എൻ്റെ ജീവിതം നശിപ്പിക്കുവാൻ താല്പര്യപ്പെട്ടൊരു വ്യക്തിത്വമാണ്. ഭൗതിക ഞെരുക്കങ്ങൾ ഉണ്ടാകാം, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഇതൊക്കെ ജീവിതത്തിൽ വന്നേക്കാം, രോഗങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇതിനപ്പുറത്ത് നമുക്ക് ഒരു പുതിയ പണിക്ക്, ഒരു പുതിയ തുടക്കത്തിന് നമ്മെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാനിടയാകട്ടെ. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അസ്വസ്ഥതകൾ ഒരുപക്ഷെ അനുഭവിക്കുന്നവരാകാം, വേദനകൾ അനുഭവിക്കുന്നവരാകാം. അല്ല, ഇന്ന് പകൽക്കാലം നമ്മെ പണിയുന്നൊരു കർത്താവുണ്ട്. ആ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് വളരെ നന്ദിയോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ഈ ജീവിതത്തിന് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഈ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളോ അതിൻ്റെ അനുഭവങ്ങളോ തിരിച്ചറിയുവാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ജീവിതത്തെ പലപ്പോഴും അപകർഷതാബോധം കൊണ്ട് കണ്ടിരുന്ന അനുഭവങ്ങളുണ്ട്. ഇന്ന് ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കൊന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നു. ഞങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എൻ്റെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എൻ്റെ തലമുറയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് തിരിച്ചറിയുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഇല്ല കർത്താവേ, ഞാൻ ഇനി എൻ്റെ ജീവിതത്തെ നശിപ്പിക്കുവാൻ, എൻ്റെ കുടുംബത്തെ തകർക്കുവാൻ, സമൂഹത്തിൽ ഞാനൊരു ഭാരമായി തീരുവാൻ ഇടയാകാതെ ഒരു പുതിയ സൃഷ്ടിയായി, ഒരു പുതുക്കപ്പെട്ട അനുഭവത്തോടെ കർത്താവിൻ്റെ കൽപ്പനകൾക്കായി എന്നെ തന്നെ സമർപ്പിക്കുവാൻ ഞാൻ എന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എൻ്റെ വീട്ടിൽ ആനന്ദമുളവാകട്ടെ, സന്തോഷമുളവാകട്ടെ. കർത്താവെ, അതിനായി ഞാനത് എന്നെ ഏൽപ്പിച്ചു തരുന്നു. അതിനായി ദൈവം ഞങ്ങളെ ഒരുക്കുമാറാകണമേ. ഈ കുടുംബങ്ങളെ ഒരുക്കണമേ. കേൾവിക്കാരെ ദൈവം അതിനായിട്ട് ഒരുക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയപ്പ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും. നിൻ ജീവനൻ പേർക്കായി തന്നതിനാ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ.